ഹലോ യൂട്യൂബ്. കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളിന്ന് കരിസ്മ എക്സ്-എം-ആറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 2000-ൻ്റെ തുടക്കത്തിൽ റോഡ് ഭരിച്ചിരുന്ന കരിസ്മയുടെ ആ ലെഗസി പുതിയ കരിസ്മ തുടരുന്നുണ്ടോ, എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ, ഇതെടുത്താൽ കൊള്ളുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എക്സ്-എം-ആറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ കുറച്ച് വൈകിയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയുടെ ഒന്നും ആവശ്യം ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വാഹനത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മുന്നായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2000-ൻ്റെ തുടക്കത്തിൽ റോഡിലുണ്ടായിരുന്ന കരിസ്മയുടെ അതേ കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുമായിട്ട് യാതൊരു ബന്ധവും ശരിക്കും ഈ ഒരു വാഹനത്തിനില്ല. എൻജിനും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഹീറോ ആ ഒരു പേര്, കരിസ്മ എന്നുള്ളൊരു പേര് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ലെഗസി, അതിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ ഒരു കംഫർട്ട് ഈ ഒരു വാഹനത്തിലുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ടാവും. ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ വഴി എത്തുന്നത്. പണ്ടത്തെ കരിസ്മ റോഡിലെ ഏകാധിപതിയായിരുന്നെങ്കിൽ ഇന്ന് കരിസ്മയ്ക്ക് മത്സരിക്കാൻ ഒട്ടനവധി ആളുകൾ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നിലേക്കായി പോകാനുള്ള ചാൻസും ഉണ്ട്. ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു വാഹനം നൽകുന്നുണ്ടോ, ആ പേരിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു സ്പോർട്സ് ടൂറർ എന്നൊരു ലേബലിലാണ് ഈ ഒരു വാഹനത്തെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഷാസിയും ഒക്കെ തന്നെയാണ്. സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമിലാണ് ഹീറോ ഈ ഒരു വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ അത് ചെയ്തിട്ടുമുണ്ട്. യാത്രയ്ക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ട്രിപ്പ് പോകാനാണെന്നുണ്ടെങ്കിലും കുറച്ച് ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇത് വളരെ മികച്ച രീതിയിലുള്ള കംഫർട്ട് തരുന്നുണ്ട്. കാരണം ഇതൊരു അഗ്രസീവായിട്ട് വളരെ, ഇപ്പോൾ നമ്മൾ RC200 കാണുന്ന പോലെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടിയ ഡിസ്റ്റൻസ് ഒറ്റയടിക്ക് റൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. ഡിസൈനിൽ നല്ലൊരു പുതുമ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു ഒട്ടനവധി ഫീച്ചേഴ്സ് കൊണ്ടുവരാനും ഹീറോ ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ നിന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈൽ സെക്ഷനാണ് ഇതിൻ്റെ. സ്പ്ലിറ്റ് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടുള്ള സീറ്റുകളൊക്കെ തന്നെയാണ്. ടാങ്ക് വളരെ നീളമുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, ആ ഒരു റൈഡിങ് സ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഫയറിങ് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ പാർട്സുകളാണെന്നുണ്ടെങ്കിലും സ്വിച്ച് ഗിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്രീമിയംനെസ് എല്ലാത്തിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായമാണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ സറൗണ്ടിങ്ങിൻ്റെ ഇതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇലിമിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ്, അതുപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഹീറോയിനകത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അഡ്ജസ്റ്റബിൾ വൈസേഴ്സ്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, DOHC അതായത് ഹീറോയുടെ പോർട്ട്ഫോളിയോയിൽ നോക്കുമ്പോൾ ഒട്ടനവധി പുതുമകൾ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, ഡ്യുവൽ ചാനൽ ABS ആണ്, DOHC എഞ്ചിനാണ്. ഇതൊക്കെ ഹീറോയെ സംബന്ധിച്ച് വളരെ പുതിയതാണ്. അപ്പോൾ ഈ ഒരു മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ 35ലധികം ഫീച്ചേഴ്സാണ് ഈ ഒരു മീറ്റർ കൺസോളിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് സ്പീഡ്, അതുപോലെ തന്നെ ടാക്കോമീറ്റർ, എൻജിൻ ടെമ്പറേച്ചർ, ഫ്യൂൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ഡിസ്റ്റൻസ് ടു എംറ്റി തുടങ്ങി ഇതിലില്ലാത്തതൊന്നുമില്ല എന്ന് വേണം പറയാം. പക്ഷേ ആ ഒരു സ്ക്രീനിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നി. LCD സ്ക്രീനാണ്, ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രകാശത്തിൽ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ വിസിബിലിറ്റീൻ്റെ ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു ഡീൽ ബ്രേക്കറായിട്ടൊന്നും പറയാനൊന്നുമില്ല. സ്വിച്ച് ഗിയറിനകത്തുള്ള 2 ബട്ടൺസ് ഉപയോഗിച്ചാണ് ഇത് നമ്മളിത് നാവിഗേറ്റ് ചെയ്യുന്നത്.
210 cc ഉള്ള ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. 25.5 PS പവറും 20.4 ന്യൂട്ടൺ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കടലാസിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് മുന്നിലാണ്. പെർഫോമൻസിലും അങ്ങനെ തന്നെ എന്ന് വേണം പറയാൻ. നമ്മളത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം. ടയറിൻ്റെ കാര്യത്തിലേക്ക്, വീൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു 100/80 സെക്ഷനിലുള്ള 17 ഇഞ്ച് വീലും, പുറകിലാണെന്നുണ്ടെങ്കിൽ 140/70 ഉള്ള ഒരു 17 ഇഞ്ച് വീലുമാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു 300 mm പെറ്റൽ ഡിസ്കും അതുപോലെ തന്നെ പുറകിൽ ഒരു 230 mm സിംഗിൾ കാലിപ്പർ ഡിസ്കുമാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുറകിലൊരു സെറ്റായിട്ടുള്ള 6 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ഗ്യാസ് ചാർജ്ഡ് മോണോഷോക്കാണ് പുറകിലത്തെ സസ്പെൻഷൻ. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 37 mm ഉള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. എന്തുകൊണ്ടും ഇതിനകത്തൊരു USB ഫോർക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളും വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു പല വാഹനങ്ങൾക്കും USB ഫോർക്ക് ഉണ്ടെങ്കിലും ഇതിനത് കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ലെങ്കിലും ഒരു കാഴ്ചയ്ക്ക് അതൊരു മനോഹരമായിരുന്നേനെ എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഫോർക്കായതുകൊണ്ട് യൂസേജിനോ അല്ലെങ്കിൽ ഹാൻഡ്ലിങ്ങിനോ ഒന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുപോലെ തന്നെ മെയിൻ്റനൻസും കുറച്ച് കുറവായിരിക്കും നോർമൽ ഫോർക്സ് ആവുന്ന സമയത്ത്. 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം ഒരു ഓഫ് റോഡ് കണ്ടീഷൻ, ഓഫ് റോഡ് പോകാമെന്നുള്ളതല്ല, മോശം റോഡ് കൂടുകയാണെന്നുണ്ടെങ്കിലും അടിയിൽ തട്ടാതെ നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റും. എന്നാലും നമുക്ക് വണ്ടി ഒന്ന് റോഡിലേക്ക് എടുത്ത് ഓടിച്ച് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയാം. ഈ ഒരു വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പെർഫോമൻസ് ഒക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് മനസ്സിലാദ്യം വരിക. കാരണം ആദ്യത്തെ 2-3 ഗിയർ, അതായത് 3rd ഗിയർ വരെ ശരിക്കും ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു പെർഫോമൻസാണ് നമുക്ക് വാഹനത്തിൻ്റെ ഭാഗത്ത് കിട്ടുക. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരുന്നത് ഒരു 4th ഗിയറിൽ ഒരു 6000-7000 RPM ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ശരിക്കും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ മറ്റു വാഹനങ്ങൾ കിതയ്ക്കാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് പുറത്തേക്ക് വരുന്നതെന്ന് വേണം പറയാം. ഒരു 7000 RPM വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അന്ത്യമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. 4ാമത്തെ ഗിയറിലൊക്കെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കട്ട് ഓഫ് ഇല്ലേ നമ്മൾ വിചാരിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസാണ്. അപ്പോൾ ശരിക്കും ഹൈവേ ടൂറർ എന്നുള്ള പേരിന് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ട്രാക്ക് റേസിലൊക്കെ പലരും ഇത് മറ്റുള്ള വാഹനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഇനിഷ്യൽ ഒരു പവർ ഇല്ലാതിരുന്നിട്ട് പോലും അത് എത്തിക്കാൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു 7000 RPM റിങ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണെന്നുള്ളതുകൊണ്ടാണ്. റൈഡിങ് നല്ല കംഫർട്ടബിളാണ്, യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും തന്നെ തോന്നില്ല. സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു എർഗോണമിക്സ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ പില്ലിനില്ല, എന്നിരുന്നാലും പില്ലിൻ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കംഫർട്ട് പില്ലിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ലിപ്പർ ആൻഡ് അസിസ്റ്റുള്ള ക്ലച്ചാണ്. അതുപോലെ തന്നെ ക്ലച്ച് ഫീല് നല്ലതാണ്. വളരെ സ്ലിക്കായിട്ടുള്ള ഗിയർ ബോക്സാണ്. ഫോൾസ് ന്യൂട്രൽസോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നില്ല. ക്ലച്ച് വളരെ ലൈറ്റാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ ഭയങ്കര പ്രശ്നമുള്ള രീതിയിലുള്ള ഒരു ടൈറ്റ്നസോ കാര്യങ്ങളോ ക്ലച്ചിനില്ല. 163.5 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. പക്ഷേ ആ ഒരു ഭാരം നമുക്ക് തീരെ ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഞാൻ സ്ഥിരമായിട്ട് ഇതിനേക്കാൾ ഭാരം കൂടിയ വാഹനം ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒട്ടും ആ ഒരു ഭാരം ഫീൽ ചെയ്യുന്നില്ല. അല്ലാതെയും ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാരം എന്നുള്ളതൊരു പ്രശ്നമല്ല, വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരു ഹൈ സ്പീഡിൽ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് വളരെ അജൈലായിട്ടാണ് ഈ ഒരു വാഹനം ഉള്ളത്. നമുക്ക് ഒരു കൂടിയ സ്പീഡിൽ ക്രൂയിസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹൈവേയിൽ പോകുന്ന സമയത്തൊന്നും വാഹനം കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ മികച്ച രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ആണ് തരുന്നത്. അതുപോലെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 300 mm പെറ്റൽ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ കാലിപ്പർ. അതുപോലെ പിന്നിലാണെങ്കിൽ ഒരു 230 mm സിംഗിൾ കാലിപ്പർ സിംഗിൾ കാലിപ്പറിലോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് പുറകിലുള്ളത്. ബ്രേക്കിംഗ് നല്ലതാണ്. മാരകമായ പേടിപ്പെടുന്ന ബൈറ്റ് അല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ബൈറ്റ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ്, നമ്മളിപ്പോൾ ഒരു
100ൻ്റെ മേലെ അല്ലെങ്കിൽ 120 140 ആ ഒരു സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ബ്രേക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ട്രാഫിക്കിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണം എഞ്ചിൻ കാണിക്കുന്നുണ്ട്. വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ മിറേഴ്സാണ്. വളരെ ഫങ്ഷണലായിട്ടുള്ള നല്ല വിസിബിലിറ്റി എഴുതുന്ന മിറേഴ്സാണ്. ആ മിറേഴ്സ് ഫോൾഡബിൾ അല്ല, പക്ഷേ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഷാസിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ബലമുള്ള ഒരു ഇതിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വാഹനം ഒന്ന് ചെരിഞ്ഞാലും ഒരു ഇമ്പാക്റ്റൊക്കെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മിററാണ്. അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിറർ നല്ലതാണെന്ന് പറയുമ്പോൾ ഹോണിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഹോൺ വളരെ ഒരു എന്താ പറയുക, വളരെ ശോകമായിട്ടുള്ളൊരു ഹോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്കൂട്ടറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഹോൺ പോലെ ഫീൽ ചെയ്തിട്ടുള്ളൂ. നല്ല ചൂടും വെയിലും ഉള്ളൊരു സമയമായതുകൊണ്ട് ഉച്ച സമയത്തൊന്നും ഇറങ്ങാതെ കുറച്ച് വൈകിട്ട് ഇറങ്ങാം എന്ന് കരുതിയതുകൊണ്ട് പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. കാരണം നല്ല ട്രാഫിക്കാണ്, ഒന്ന് കൈകൊടുത്ത് പോകാനുള്ളൊരു ചാൻസ് കിട്ടുന്നേ ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 140 വരെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, വീഡിയോയിൽ ഇടാൻ പറ്റില്ല. 140 വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നല്ല സ്റ്റേബിളാണ്, നല്ല അജൈലാണ് വാഹനം. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മാക്സിമം ഒന്ന് റിങ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ 150 വരെയൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു 120 സ്പീഡിലൊക്കെ ഓൾ ഡേ ക്രൂസിങ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 100 അല്ലെങ്കിൽ 120 വരെയൊക്കെയുള്ള ആ ഒരു സ്പീഡ് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ഒരു വണ്ടിക്ക് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. എന്തുകൊണ്ട് XMR എടുക്കണം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഈ ഒരു വാഹനത്തിലേക്ക് നോക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ്. ഇപ്പം നമ്മൾ RC200 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തേക്കാൾ ഏകദേശം ഒരു 40,000 അധികം കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നല്ല സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളും ഉള്ള ഒരു ബ്രാൻഡിൻ്റെ വാഹനം, അതിൽ തന്നെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നന്നായി ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു എൻജിൻ, നല്ല ഗിയർ ബോക്സ്, ക്ലച്ച്, അതുപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സ്, ഡ്യുവൽ ചാനൽ ABS, ഓട്ടോ ഇലുമിനേറ്റിംഗ് ഹെഡ് ലാംപ്സ്, അതുപോലെ അഡ്ജസ്റ്റബിൾ വൈസേഴ്സ്, ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്. അതായത് ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ഹീറോയുടെ പോർട്ട്ഫോളിയോയിൽ ഫസ്റ്റ് ടൈമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഹൈ എൻഡ് പെർഫോമൻസിൽ നല്ലൊരു പ്രകടനം നൽകുന്നതിന് ഈ എൻജിനെ സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വാഹനം, അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സർവീസിന് ഒരു 2,000 രൂപ ആവറേജ് ഒക്കെയാണ് ഒരു ഫ്രീ സർവീസിൻ്റെ, ഒരു ഫസ്റ്റ് സർവീസിൻ്റെ ഒക്കെ ഒരു കോസ്റ്റ് വരുന്നതെന്നുള്ളതായിട്ടാണ് ഓണേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു USP ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും, കടലാസിലാണെന്നുണ്ടെങ്കിലും, റോഡിലുള്ള പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം, എന്തുകൊണ്ട് ഇതെടുക്കണം എന്നുള്ളത്. പിന്നെ പണ്ടത്തെ ആ ഒരു ഹീറോ ഹോണ്ട കരിസ്മ, ആ ഒരു വാഹനത്തിൻ്റെ ലെഗസി, അല്ലെങ്കിൽ ആ ഒരു വാഹനം ഓടിച്ച ഓർമ്മയുള്ള ആ ഒരു വാഹനത്തെ ഇഷ്ടമുള്ള ആളുകൾ ഇതിലേക്ക് നോക്കണോ, അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമോ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ അല്ലെ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ ഈ ഒരു കരിസ്മ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിലധികം ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അന്നത്തെ കാലത്ത് 2000-ൻ്റെ തുടക്കകാലത്ത് പ്രധാനമായിട്ടും കരിസ്മയ്ക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല. അന്ന് റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ, പാഷൻ പ്ലസ്, ഗ്ലാമർ പോലെയുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ കരിസ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഒരു സ്പോർട്സ് ടൂറർ അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ഒരു ക്യാരക്ടറുള്ള കരിസ്മ റോഡിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ വേറെ ആയിരുന്നു. കാരണം ആ രീതിയിലുള്ള മറ്റൊന്നും ഓടിക്കാതിരിക്കുന്നിടത്തോളം അങ്ങനെ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ വേറെയാണ്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 1,900 വാഹനങ്ങളുണ്ട്, പല പല സ്പെസിഫിക്കേഷനിൽ വരുന്ന, ഇതിനോട് ചേർന്ന് നിൽക്കുന്നതും മേലെയുള്ളതും താഴെയുള്ളതായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓടിച്ചിട്ട് ഇത് ഓടിക്കുന്ന സമയത്ത് അന്ന് കരിസ്മ ഓടിച്ച ആ ഒരു ചാമ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഇത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പഴയ കരിസ്മയോട് നീതി പുലർത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഒന്നിലും ഒരു മോശമൊന്നും നമുക്ക് പറയാനില്ല. അപ്പം പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ
എന്താണ് ഇപ്പം ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് USD ഫോർക്ക് ഇതിന് കൊടുത്തിട്ടില്ല. പക്ഷേ USD ഫോർക്ക് എന്ന് പറയുന്നത് ഒരു ഡീൽ ബ്രേക്കറോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം അതില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഹാൻഡ്ലിങ്ങിനോ അല്ലെങ്കിൽ പെർഫോമൻസിനോ യാതൊരു പ്രശ്നവും വരുന്നില്ല. തന്നെയുമല്ല മെയിൻ്റനൻസ് കുറച്ച് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പക്ഷേ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭംഗിയായിരുന്നേനെ. ഇതിൻ്റെ താഴെയുള്ള എക്സ്ട്രീം 160-ലൊക്കെ ഹീറോ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് മാത്രം. ഇത് ആ ഒരു കാര്യമല്ലാതെ മറ്റ് നെഗറ്റീവ്സ് ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് നമുക്കിന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വാഹനം നൽകിയിട്ടുള്ളത് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലുള്ള ഏസ് ഹീറോ ആണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ് വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അന്വേഷണങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പതിവ് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.